ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ 500 ഗ്രാം അരി എടുത്തിട്ടുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 500 ഗ്രാമിൻ്റെ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കപ്പ് അരി എടുത്തു, നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെക്കട്ടോ, കുതിരാൻ വെക്കുക. പിന്നെ ഒരു പാത്രം എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ആർക്കേജ് എടുത്തു. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യൽ, ആർക്കേജാണ് യൂസ് ചെയ്യൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അതെടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ ഏലക്കായും കറാമ്പൂവും കറാമ്പട്ടിയും ബേഫുട. നമ്മൾ ഏലക്കായൻ്റെ ഒന്ന് ചതച്ചങ്ങാണ്ടിടണം കേട്ടോ, ഏലക്കായ. അപ്പോഴുള്ള അതിൻ്റെ കുരുവിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി കിട്ടുക. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ചൂടായി ഒന്ന് പൊട്ടിങ്ങനെ വരുമ്പോൾ നമ്മൾ അരി എടുത്ത കപ്പില്ലേ, ആ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ആണ്. അങ്ങനെയാണ് അതിൻ്റെ, ഞാൻ നെയ്ച്ചോറ് വെക്കൽ, അങ്ങനെയാണ് അതിൻ്റെ അളവ്. അപ്പോൾ ആ 2 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തിള വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് തിളക്കാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ആ വെള്ളം തിളച്ചു. വെള്ളം തിളച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ച അരിയില്ലേ, അത് വെള്ളം വാർത്തതിൻ്റെ ശേഷം അതും ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കട്ടോ. അപ്പോൾ നമ്മൾ അരി അരമണിക്കൂർ കുതിർത്തതുകൊണ്ട് പെട്ടെന്ന് നെയ്ച്ചോറ് വെന്ത് വരും. ഇന്നിപ്പോൾ പെട്ടെന്ന് വെന്ത് വരും. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് പിന്നെ ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നെയ്ച്ചോറായി. കുതിർത്ത അരി ആയതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് ആയത്. അപ്പോൾ നെയ്ച്ചോറായി. ഇനി നമുക്ക് പിന്നെ ഗീല് അണ്ടിയും മുന്തിരി പിന്നെ വറുത്തതിൻ്റെ ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ഗാർണിഷ് ചെയ്യുക. കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ മിക്കവാറും ആൾക്കാർക്ക് അറിയിക്കാരം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. പിന്നെ പുതുതായിട്ട് ഇങ്ങനെ പാചകം പഠിച്ച് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി ഇട്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും നല്ല വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എന്നാൽ ഓക്കെ, അസ്സലാമു അലൈക്കും.